ഓം ശാന്തി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പൂക്കളവും സദ്യയും തുമ്പപ്പൂവും മഹാബലി തമ്പുരാൻ്റെ ഭരണകാലവുമൊക്കെയാണ്. എന്നാൽ ഭാഗികമായ ഈ ആഘോഷങ്ങൾക്കും അപ്പുറം വലിയൊരു ആത്മീയ രഹസ്യവും തത്വചിന്തയും ഓണത്തിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം എത്ര പേർക്കറിയാം? കേവലം ഒരു വിളയെടുപ്പ് ഉത്സവത്തിനുപരി മനുഷ്യൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന വലിയൊരു ആധ്യാത്മിക സന്ദേശമാണ് ഓണം നൽകുന്നത്. ആ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. അസുര രാജാവായ മഹാബലി നാടുവാണിരുന്ന കാലത്ത് രാജ്യത്തെങ്ങും ധർമ്മവും സത്യവും സന്തോഷവും മാത്രമായിരുന്നു. എന്നാൽ ധർമ്മിഷ്ഠനായിരുന്നെങ്കിലും താൻ വലിയൊരു ദാതാവാണ് എന്ന ഒരു സൂക്ഷ്മ അഹങ്കാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളർന്നു വന്നിരുന്നു. ഈ അഹങ്കാരത്തെ തിരിച്ചറിഞ്ഞ മഹാവിഷ്ണു വാമനനായി അവതരിച്ച് 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ ആകാശവും ഭൂമിയും അടക്കിവാണ മഹാബലി അത് നിസ്സാരമായി കണ്ടു. എന്നിരുന്നാലും ഭഗവാന്റെ ആ മഹാവാക്യത്തെ അദ്ദേഹം ശിരസാൽ വഹിച്ചുകൊണ്ട് അദ്ദേഹം ആ 3 അടി മണ്ണ് കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്തു. 1-ാമത്തെ അടിയെന്ന് പറയുന്നത് ഭൂമിയെ അളന്നു കൊടുത്തു. 2-ാമത്തെ അടിയെന്ന് പറയുന്നത് ആകാശത്തെയും അളന്നു കൊടുത്തു. ഇവിടെ വാമനൻ അളന്നു കൊടുത്തത് മഹാബലിയുടെ ഭൗതികവും മാനസികവുമായ അധീനതകളെയാണ്. ഇതോടെ തനിക്ക് സ്വന്തമായി ഒന്നുമില്ല എന്നൊരു വലിയ സത്യം മഹാബലി തിരിച്ചറിയുകയും ചെയ്തു. 3-ാമത്തെ അടിയെന്ന് പറയുന്നത് ആത്മസമർപ്പണമാണ്. 2 അടിയാൽ പ്രപഞ്ചം മുഴുവൻ അളന്ന വാമനമൂർത്തിക്ക് മുന്നിൽ 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി സ്വയത്തെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചു. എൻ്റെ ശിരസിൽ വെച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മസമർപ്പണം എന്ന് പറയുന്നത്. തൻ്റെ ധനവും അധികാരവും മനസ്സും ഭൗതിക വസ്തുക്കളും മാത്രമല്ല, ഞാൻ എന്ന ഭാവത്തെ കൂടിയാണ് മഹാബലി വാമനൻ്റെ തൃപ്പാദത്തിൽ അർപ്പിച്ചത്. അഹങ്കാരം പൂർണ്ണമായി നശിച്ചപ്പോൾ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നല്ല, മറിച്ച് അഹങ്കാരത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും മുക്തി നൽകി അമരത്വത്തിലേക്ക് ഉയർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. ഇതിലൂടെയാണ് യഥാർത്ഥത്തിലുള്ള വിശ്വസാഹോദര്യം രൂപാന്തരപ്പെടുന്നതും. നാം ഓണത്തിനിടുന്ന പൂക്കളവും കഴിക്കുന്ന സദ്യയിൽ പോലും വളരെ വലിയ തത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൂക്കളം വിവിധ നിറത്തിലും വലുപ്പത്തിലുമുള്ള പൂക്കൾ ചേരുമ്പോഴാണ് മനോഹരമായ പൂക്കളമാകുന്നത്. ഇത് പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെയും മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഓണപ്പൂക്കളത്തിൽ പ്രധാനിയായ തുമ്പപ്പൂ കളങ്കമില്ലാത്ത പരിശുദ്ധിയെയും സ്വാർത്ഥതയില്ലാത്ത സ്വഭാവത്തിൻ്റെയും പ്രതീകമാണ്. ഓണസദ്യ എന്ന് പറയുന്നത് 6 തരം രുചികളടങ്ങിയ സദ്യ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയും കയ്പും മധുരവും ഒരുപോലെ സ്വീകരിക്കണം എന്ന സദ്ഭാവനയാണ് കാണിക്കുന്നതും. ചുരുക്കത്തിൽ പുറത്തു നിന്നുമുള്ള ഭൗതികമായ ആഘോഷങ്ങളെക്കാൾ പ്രധാനം ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി ഈശ്വരന് മുന്നിൽ സ്വയം അർപ്പിക്കുക എന്നതാണ് ഓണത്തിൻ്റെ യഥാർത്ഥമായ ആധ്യാത്മിക രഹസ്യം. ഈ ഓണക്കാലത്ത് നമ്മുടെ ഉള്ളിലെ അസൂയയും അഹങ്കാരവും മാറ്റി പരസ്പരം സ്നേഹവും വിശ്വസാഹോദര്യവും വെച്ച് പുലർത്താൻ നമുക്ക് കഴിയട്ടെ. ഇതായിരിക്കണം നമ്മുടെ മുഖ്യമായ സന്ദേശം. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണാശംസകൾ. ഓം ശാന്തി.